Hey guys, welcome back to ZGamer Tech. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് iPhone 17 Pro vs iPhone 17 Pro Max. ഈ രണ്ട് ഫോണുകളിൽ ഏതാണ് ബെറ്റർ? ഈ ഫോണുകൾ തമ്മിലുള്ള കമ്പാരിസൺ ഇത്ര ആരും ചെയ്ത് കണ്ടിട്ടില്ല. എങ്കിലും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതെല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകാം. Let's go. റൈറ്റ് സൈഡിലുള്ളത് iPhone 17 പ്രോയും ലെഫ്റ്റ് സൈഡിലുള്ളത് iPhone 17 Pro Maxുമാണ്. ആദ്യം തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇരു ഫോണുകളിലും വരുന്നത് ആപ്പിൾ A19 Pro എന്ന ചിപ്സെറ്റ് തന്നെയാണ്. രണ്ടിലും വരുന്ന റാം വേരിയൻറ്റുകൾ 12 GB ആണ്. ഇരു ഫോണുകളും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒപ്പം തന്നെയാണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ iPhone 17 പ്രോയിൽ വരുന്നത് 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. സൂപ്പർ ടൈറ്റാനിയ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് പ്രോ മാക്സിലേക്ക് പോവുകയാണെങ്കിൽ 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഡിസ്പ്ലേ സൈസ് കുറച്ച് കൂടുന്നുണ്ട്. സൂപ്പർ ടൈറ്റാനിയ OLED ഡിസ്പ്ലേ ആണ് ഇതിലും വരുന്നത്. ഫുൾ HD+ ആണ് രണ്ട് ഫോണുകളിലെയും റെസൊല്യൂഷൻ. രണ്ട് ഫോണുകളിലും 120 Hz ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഇഞ്ച് സൈസ് ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ 17 Pro Max കുറച്ച് വലുതാണ്. ഇനി നമുക്ക് റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസം കൂടുതലുള്ളത് 17 Pro Maxിൽ തന്നെയാണ്. റിയർ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഇരു ഫോണുകളിലും വരുന്നത് 48 MB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയും, രണ്ടാമതായി 48 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും, മൂന്നാമതായി ടെലിഫോട്ടോ ലെൻസുമാണ് വരുന്നത്. 4x ഒപ്റ്റിക്കൽ സൂമാണ് ഇരു ഫോണുകളിലും വരുന്നത്. രണ്ട് ഫോണുകളും ക്യാമറ ബേസ് സെയിം ആണ്. ഇനി ഫ്രണ്ട് ക്യാമറ രണ്ടിലും 18 MB വൈഡ് ആംഗിൾ ലെൻസാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 17 പ്രോയിൽ വരുന്നത് 3988 mAh ബാറ്ററിയും 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ പ്രോ മാക്സിലേക്ക് പോവുകയാണെങ്കിൽ 4832 mAh ബാറ്ററി, 40 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബാറ്ററി സൈസ് ഒന്നുകൂടി കൂടുതലുള്ളത് പ്രോ മാക്സിൽ തന്നെയാണ്. ഇരു ഫോണുകളിലും 256 GB സ്റ്റോറേജ് അല്ലെങ്കിൽ 1 TB 2 TB വരെ രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണിലെയും റാം ടൈപ്പ് വരുന്നത് LPDDR5X റാം വേരിയൻ്റ് ആണ് ഇരു ഫോണുകളിലും വരുന്നത്. ഇരു ഫോണുകളിലും 3000 നൈറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. HBM ബ്രൈറ്റ്നസ് വരുന്നത് 1600 നൈറ്റ്സിൻ്റെതാണ്. ഇനിയും ഇരു ഫോണുകളുടെയും ഒരുപാട് ഘടകങ്ങൾ കമ്പയർ ചെയ്യാനുണ്ട്. അത് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ കിട്ടുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ നല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ. ZGamer Tech സൈനിങ് ഓഫ്.